പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയിൽ യോഗം ചേർന്നു. നഗരത്തിലെ ജൈവമാലിന്യ നീക്കത്തിനായി സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ചെയർപേഴ്സന്റെ ചേംബറിൽ സംഘടനാ സംസ്ഥാന ജില്ലാ നേതാക്കളുടെ നേതൃത്വത്തിൽ യോഗം നടന്നത്. കട്ടപ്പന നഗരത്തിലെ ജൈവമാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സ്വകാര്യ ഏജൻസിക്ക് അനുമതി നൽകിയതോടെ പന്നി വളർത്തൽ കർഷകർ പ്രതിസന്ധിയിലാണ്. മുൻപ് ഫാം ഉടമകളാണ് നഗരത്തിലെ ജൈവമാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നത്. നിലവിൽ നഗരസഭയുടെ പുതിയ തീരുമാനം പന്നി വളർത്തൽ കർഷകരെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മുൻപ് പിഗ് ഫാർമേഴ്സ് അസോസിയേഷൻ വിഷയത്തിൽ നഗരസഭയ്ക്ക് നിവേദനം നൽകിയിരുന്നു. എന്നാൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇതോടെയാണ് സംസ്ഥാന ജില്ലാ നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടത്. നഗരസഭാ ചെയർപേഴ്സണുമായി നടന്ന യോഗത്തിൽ അനുകൂലമായ നിലപാടുണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചതായി PFA സംസ്ഥാന പ്രസിഡന്റ് PM ജോഷി പറഞ്ഞു. കേരളത്തിൽ ഈ വിഷയം പല പഞ്ചായത്തുകളിലും ഉണ്ടായപ്പോൾ ഞങ്ങൾ മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി കാണുകയും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണിയെയും നേരിട്ട് പോയി കണ്ട് മന്ത്രിതല യോഗം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടി പന്നി കൃഷിക്കാർക്ക് തീറ്റ കൊടുത്തതിന് ശേഷം മാത്രമേ തീറ്റ ബാക്കി വരുന്നത് സംസ്കരിക്കാവൂ എന്ന് മുഖ്യമന്ത്രി തന്നെ ഓർഡർ ഇട്ടിട്ടുണ്ട്. ഇപ്പം നിലവിലുള്ള സാഹചര്യം പന്നി കൃഷിക്കാർക്ക് പതിറ്റാണ്ടുകളായി പന്നി കൃഷി നടത്തുന്ന ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റ കിട്ടണം. മാലിന്യ സംസ്കരണ രംഗത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും മഹത്തരമായി പ്രവർത്തിക്കുന്നത് പിഗ് ഫാർമേഴ്സ് അസോസിയേഷനാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ തീറ്റ കിട്ടാത്തൊരു സാഹചര്യം വന്നാൽ ഒരു നിസ്സംശയം പറയാൻ സാധിക്കും, ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റ ഞങ്ങൾ എടുക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. പക്ഷെ മുനിസിപ്പാലിറ്റി വളരെ അനുകൂലമായിട്ടുള്ള മറുപടിയാണ് തന്നിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന തീറ്റ ഒരു കാരണവശാലും ഈ സംഘടന ഉണ്ടെങ്കിൽ ഒരു പന്നി കൃഷിക്കാരന്റെയും തീറ്റ നഷ്ടപ്പെടാൻ ഞങ്ങൾ അനുവദിക്കില്ല. PFA ഒരു ഏജൻസിയായി അംഗീകരിച്ചുകൊണ്ട് പന്നി വളർത്തൽ കർഷകർക്ക് തീറ്റ ലഭ്യത ഉറപ്പാക്കുമെന്ന് ചെയർപേഴ്സൺ അറിയിച്ചതായും ആ തലത്തിൽ PFAയ്ക്ക് മികച്ച പ്രവർത്തനം നടത്താൻ സാധിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് പന്നിക്ക് ആവശ്യമായ ഭക്ഷണം കിട്ടാത്ത ഒരു സാഹചര്യം നിലവിൽ വന്നപ്പോൾ ഞങ്ങൾ ഒരു PFA എന്ന് പറയുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വന്നു. അപ്പം സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇനി അത് തടസ്സമില്ലാതെ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പല മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും ഇപ്പോൾ ഈ തീറ്റ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ ഉണ്ടാകുകയും അവിടെ പന്നി കർഷകരെ മുകളിലേക്ക് എടുത്തുകൊണ്ട് നമ്മളെ സമീപിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഏകദേശം 1-2 സ്ഥലങ്ങളിൽ സംസ്കരിക്കുകയും അത് ഫ്ലോപ്പാകുകയും അതിനുശേഷം എന്ന് പറയുന്നത് വൻതരത്തിലുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ കൃഷിക്കാർ ഏകദേശം ഇടുക്കി ജില്ലയിൽ 300ഓളം കൃഷിക്കാരെന്ന് പറയുന്ന അവർ 300ഓളം ഫാമുകളിൽ 300 പരം ബയോഗ്യാസ് പ്ലാന്റുകളും അതുപോലെ തന്നെ 3000-ൽ പരം പന്നികളുമുള്ള ഒരു സംവിധാനമാണ് നിലവിൽ ഇവിടെ ഈ സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ വരുന്ന വേസ്റ്റ് നമുക്ക് മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഫുഡ് വേസ്റ്റ് എടുക്കുന്ന ഏജൻസിയായിട്ട് ഞങ്ങൾ മാറിയത് ശരിയാണെങ്കിൽ നഗരസഭയുടെ ഏത് തരത്തിലുള്ള ജൈവ മാലിന്യ പ്രശ്നവും പരിഹരിക്കത്തക്ക പ്രാപ്തി ഇന്നത്തെ ഇവിടുത്തെ കർഷകർക്കുണ്ട്. അത് ഫലപ്രദമായിട്ട് വിനിയോഗിക്കാനുള്ള ഒരു അവസരം ആണ് മാഡം നമുക്ക് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. മുൻപ് പല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജൈവ മാലിന്യം ശേഖരിക്കാൻ സ്വകാര്യ ഏജൻസികളെ ചുമതലപ്പെടുത്തിയതോടെ പന്നി വളർത്തൽ മേഖലയ്ക്ക് വലിയ തിരിച്ചടി നേരിട്ടിരുന്നു. PFA സംസ്ഥാന പ്രസിഡന്റ് PM ജോഷി, ജില്ലാ പ്രസിഡന്റ് വിശാൽ ജോർജ്, സെക്രട്ടറി മാർട്ടിൻ ഞാളൂർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്.